ഇപ്പം മുതൽ ഞാൻ കാണുന്ന ഒരു നടൻ. പുള്ളിയുടെ ആദ്യ സിനിമ 2003 സിനിമലയിൽ സംവിധാനം ചെയ്ത ജയറാമേട്ടൻ അഭിനയിച്ച എന്റെ വീട് അപ്പുവിന്റെ ആണെങ്കിലും വിഷ്ണുചേട്ടനെ ഞാൻ ആദ്യമായി കണ്ടത് ഓർക്കുന്നത് 2004 ഇതേ കൂട്ടുകെട്ടിന്റെ തന്നെ റിലീസായ അമൃതം എന്ന സിനിമയിലായിരുന്നു. ഓ സൈനബ ഐ അഴകുള്ള സൈനബ നിന്റെ അമ്മ ഇളവാൻ കിടാവ് പോലെ വന്നതെന്തിനാണ് നീ? അതിനുശേഷം രാപ്പകലിലും ഇന്നും ഓർത്തിരിക്കുന്ന ഒരു ചെറിയ വേഷം പുള്ളി ചെയ്തു. അന്ന് ഒരു ചെറിയ പയ്യൻ നല്ല കോമഡികളൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചുവെങ്കിലും പിന്നീട് പുള്ളിയെ കണ്ടപ്പോൾ കൊല്ലാനുള്ള ദേഷ്യമാകും നമുക്ക് തോന്നിയത്. കാരണം അറിയാലോ, 2006 റിലീസായ ബ്ലസ്സി മമ്മൂക്ക ടീമിന്റെ പളുങ്ക് എന്ന സിനിമ അത്രയ്ക്കും വെടിപ്പായാണ് പുള്ളി അത് ചെയ്തേക്കുന്നത്. പിന്നീട് തൊട്ടടുത്ത വർഷം തന്നെ മമ്മൂക്കയുടെ മായാവിയിൽ ശാങ്കുമായി ചേർന്ന് വീണ്ടും അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചു. അതേ വർഷം തന്നെ കഥ പറയുമ്പോൾ എന്ന് ശ്രീനിയേട്ടൻ മമ്മൂക്ക മൂവിയിലും അഭിനയിച്ചു. ഇങ്ങനെ ഓരോ വർഷവും പുള്ളിക്കും നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചു. അത് കഴിവുകൊണ്ട് മാത്രമാണ് എന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. പിന്നീട് പൊട്ടാസ് ബോംബ്, അസുരവിത്ത്, മാറ്റിനി, ഭൂമിയുടെ അവകാശികൾ എന്നിങ്ങനെ കുറെ മൂവിയിൽ അഭിനയിച്ചുവെങ്കിലും ആളുകൾ ശ്രദ്ധിച്ചത് ബാച്ചിലർ പാർട്ടിയിൽ അയ്യപ്പന്റെ ചെറുപ്പമാണ്. അതിനുശേഷം കമ്മത്താൻ കമ്മത്തിൽ ഒരു ചെറുപ്പകാരൻ ചെയ്തു. പിന്നീട് വളരെയധികം പ്രശംസ കിട്ടിയതും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചയായതുമായ വേഷമായിരുന്നു അമൽ നീരദിന്റെ തന്നെ ഇയോബിന്റെ പുസ്തകത്തിലെ ഇയോബിന്റെ ചെറുപ്പകാലം. പുള്ളിയുടെ കരിയർ നോക്കുവാണെങ്കിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് 2003 മുതൽ പുള്ളി ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നീട് പറങ്ങിമല, ആനമയിലൊട്ടകം പോലുള്ള സിനിമയിൽ അഭിനയിച്ചുവെങ്കിലും വിഷ്ണു തന്റെ സ്ഥാനം ഉറപ്പിച്ചത് 2015 തന്റെ സുഹൃത്തും മിമിക്രി കലാകാരനുമായ ബിബിൻ ജോർജുമായി ചേർന്ന് അവർക്ക് അഭിനയിക്കാൻ വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. നാദിർ ഷാ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ വളരെ ചെറിയ വേഷമാണ് അവർ ചെയ്തതെങ്കിലും ആ വർഷത്തെ വലിയ വിജയമായ മൾട്ടി സ്റ്റാർ സിനിമയുടെ എഴുത്തുകാർ എന്ന പേരിൽ ഈ കൂട്ടുകെട്ട് വലിയ ചർച്ചയായി. വേണ്ടെന്ന് പറഞ്ഞല്ലടാ പന്നി. പിന്നീട് ഔട്ട് ഓഫ് റേഞ്ച്, വന്യം എന്നീ സിനിമകളിലും അഭിനയിച്ചു. 2016 അമർ അക്ബർ ടീം വീണ്ടും ഒന്നിച്ചപ്പോൾ വിഷ്ണുവിനെ തന്നെ നായകനാക്കി നാദിർ ഷിക്ക ദിലീപ് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്തു. തിയേറ്ററിൽ വൻ ഹിറ്റായ മൂവിയായി മാറി കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഓൺലൈനിൽ റിലീസായ മൂവി ആ ടൈമിൽ ഇതായിരുന്നു. ഈ സിനിമ ഓൺലൈനിൽ ഒന്ന് വരാൻ കാത്തിരുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അമ്മാതിരി ഹിറ്റായിരുന്നു. അതിനുശേഷം പുള്ളി നായകനിരയിലേക്ക് എത്തി. അതിന് ഉദാഹരണം എന്ന് പറയാവുന്ന രീതിയിലാണ് 2018 ശിക്കാരി ശംഭു എന്ന മൂവിയിൽ പുള്ളി വെറുതെ ഒരു സൈഡ് വേഷം അല്ല ചെയ്തത്. ചാക്കോച്ചനോടൊപ്പം നിൽക്കുന്ന കഥാപാത്രമായിരുന്നു അച്ചു എന്ന കഥാപാത്രം. പിന്നീട് വിഗതകുമാരൻ, ഒരു പഴയ ബോംബ് കഥയിലെ ക്യാമിയോ, നിത്യഹരിത നായകൻ, നീയും ഞാനും, ഒരു യമണ്ടൻ പ്രേമകഥ, DQവിനോടൊപ്പം ഒരു വേഷം ചെയ്യുക മാത്രമല്ല ആ സിനിമയുടെ എഴുത്ത് ബിബിനും വിഷ്ണുവും ചേർന്നായിരുന്നു. ശേഷം ചിൽഡ്രൻസ് പാർക്ക്, ബിഗ് ബ്രദർ, ബ്രേക്ക് ദ ചെയിൻ എന്ന ഷോർട്ട് ഫിലിം 2021 കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. 2022 2, കുറി, സുഭാഷ് ചന്ദ്ര ബോസ്, 2023 വെടിക്കെട്ട് എന്ന സിനിമയിൽ അഭിനയിക്കുക കൂടാതെ ഡയറക്ഷൻ കൂടി ഈ കൂട്ടുകെട്ട് ചെയ്തു. ഇതിലെ പുള്ളിയുടെ കഥാപാത്രം ഷിബൂട്ടൻ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് പഴയ മണിച്ചേട്ടനൊക്കെ ചില പടത്തിൽ ചെയ്യുന്നത് ഓർമ്മ വന്നു. അതേപോലെയുള്ള അഭിനയം. വിഷ്ണുചേട്ടൻ വലിയ സൈസ് ഒന്നും അല്ലെങ്കിലും ഷിബൂട്ടൻ വന്ന് നിൽക്കുമ്പോൾ അടി പൊട്ടുമെന്ന് നമുക്ക് തോന്നും. അങ്ങനെയായിരുന്നു അതിലെ ആറ്റിറ്റ്യൂഡ്. പിന്നെ കള്ളനും ഭഗവതി എന്ന മൂവി OTT ഇറങ്ങിയപ്പോൾ നല്ല ചർച്ചയായിരുന്നു. അതുകൊണ്ട് അവർ സെക്കൻഡ് പാർട്ട് വരെ അനൗൺസ് ചെയ്തിരുന്നു. ശേഷം ഡാൻസ് പാർട്ടി 2024 ഇടിയൻ ചന്തു. ഈ സിനിമയിൽ പുള്ളി ഒരു പ്രൊഡ്യൂസർ കൂടിയായി. പക്ഷെ പടം നല്ലൊരു ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് താനാര, എ പാൻ ഇന്ത്യൻ സ്റ്റോറി, മാജിക് മഷ്റൂം, ഭീഷ്മർ എന്നിങ്ങനെയും 2026 വരെ സിനിമകൾ ഇറങ്ങി. പക്ഷെ വലിയ വിജയമെന്ന് എടുത്തു പറയാൻ പറ്റിയ അവസാനം ഇറങ്ങിയ ഒരു പടം പോലും ഇല്ല. ഇടിയൻ ചന്തു മോശമല്ലാത്ത ഒരു സിനിമയായിരുന്നു. മാജിക് മഷ്റൂം ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റും. പുള്ളിയുടെ കരിയർ നോക്കുമ്പോൾ ഫ്ലോപ്പ് മൂവീസ് ആണ് കൂടുതലെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നായകവേഷം മാത്രം ചെയ്യാതെ നല്ല നല്ല കഥാപാത്രങ്ങൾ കൂടി തിരഞ്ഞെടുക്കണം. പിന്നെ വരുന്ന സിനിമ എല്ലാം ചെയ്യാതെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ നന്നായി ശ്രദ്ധിക്കണം. മറ്റൊരു ധ്യാൻ ചേട്ടനാകാതിരുന്നാൽ പുള്ളിക്ക് കൊള്ളാം. ഞാനും പുള്ളിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയായാലും ഒരു ചെറിയ ബാലനടനായി തുടങ്ങി വിഷ്ണു ഇന്ന് മലയാള സിനിമയിൽ സ്വന്തമായ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട്. ഇനിയും നല്ല വിജയ സിനിമകളുമായി അദ്ദേഹം തുടരട്ടെ. ഈ വീഡിയോ